സ്കാ സ്റ്റിച്ചിങ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ കാണിക്കുന്നത് കഴിഞ്ഞ ദിവസം 8 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിക്ക് നമ്മൾ ലോങ് ബ്ലൗസ് കട്ട് ചെയ്തായിരുന്നില്ല, അതിൻ്റെ സ്റ്റിച്ചിങ്ങാണ് നമ്മൾ ഇന്നിവിടെ കാണിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കല്ലേ. ആദ്യം നമുക്ക് സ്ലീവാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ അവിടുന്ന് ഇവിടം വരെ നമ്മൾ പ്ലീറ്റ് ഇട്ടെടുക്കണം. പഫ് കൈ വയ്ക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ പ്ലീറ്റ് ഇട്ടെടുക്കുന്നത് കേട്ടോ. നമ്മൾ നേരത്തെ അടയാളം ചെയ്ത് വെച്ച ആ ഭാഗമാണ് പ്ലീറ്റ് ഇട്ടെടുക്കുന്നത്. ഞാൻ കുറച്ച് നാൾ കൊണ്ട് വീഡിയോ ചെയ്യാതിരുന്നെങ്കിലും ഇനി ഞാൻ കഴിയുന്നതും വീഡിയോ അടുപ്പിച്ചടുപ്പിച്ച് വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. ഇനി നമുക്ക് ഈ താഴ്ഭാഗം കൂടെ ഇപ്പോഴേ കണ്ടോ കൈ പൊങ്ങിയിരിക്കുന്നത്, ഈ താഴ്ഭാഗം കൂടെ നമുക്ക് പ്ലീറ്റ് ഇട്ടെടുക്കണം. കണ്ടോ, താഴ്ഭാഗവും നമ്മളവിടെ കട്ട് ചെയ്ത് വെച്ചായിരുന്നല്ലോ, ഒരു അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കട്ട് ചെയ്തപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. അത് അടയാളപ്പെടുത്തിയ ഭാഗം വേണം നമ്മളൊന്ന് പ്ലീറ്റ് ഇട്ടെടുക്കാൻ. ഇനി നമുക്ക് ഇതിൻ്റെ താഴ്ഭാഗത്ത് വയ്ക്കാൻ നമ്മളൊരു 2 ഇഞ്ച് വീതിയിലുള്ള 2 പീസ് കട്ട് ചെയ്തെടുത്തല്ല, 2 കൈയുടെയും താഴ്ഭാഗത്ത് പടി പോലെ വയ്ക്കാനായിട്ട്. അപ്പോൾ അതിൽ നിന്നൊരു പീസ് എടുത്ത് നമ്മൾ ഇതിൻ്റെ താഴ്ഭാഗത്ത് പടി പോലെ വയ്ക്കണം. അത് നമുക്ക് വെച്ചെടുക്കാം. നമ്മൾ പ്ലീറ്റ് ഇട്ട് വെച്ച ആ സ്ലീവിൻ്റെ ചീത്ത വശത്തോട്ട് ഈ കട്ട് ചെയ്ത് വെച്ച പീസിൻ്റെ നല്ല വശം ചേർത്ത് വെക്കണം. ചേർത്ത് വെച്ചുകൊണ്ട് ഒരു 4 ഇഞ്ച് വീതിയിൽ അതുകൊണ്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിലൂടെ ഉണ്ടോ, നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇത് തിരിച്ച് വെച്ചുകൊണ്ട് ആ പീസ് ഇങ്ങോട്ട് തിരിച്ച് നല്ല വശത്തോട്ട് വെച്ച് ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കണം. ആദ്യം നമ്മൾ ചീത്ത വശത്ത് വെച്ചാണ് സ്റ്റിച്ച് ചെയ്ത് ആ പീസിന് തിരിച്ച് നല്ല വശത്തോട്ട് വെച്ച് ആ താഴ്ഭാഗം ഒരു 4 ഇഞ്ച് വീതിയിൽ മടക്കിയിട്ട് വേണം, അരിവ് ഭാഗം കേട്ടോ, മടക്കിയിട്ട് ഇതിൻ്റെ മീതെ ആ നമ്മൾ സ്റ്റിച്ച് ചെയ്തേക്കുന്നത് കാണാതെ വേണം, അത് മറച്ച് വെച്ചുകൊണ്ട് വേണം അതിൻ്റെ പുറത്തോട്ട് വെച്ച് തയ്ക്കാൻ. കണ്ടോ, അത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കൂട്ടുകാരെല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ഭംഗിക്ക് വേണ്ടി ആ അരിവിനൂടെ ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കാം. അതൊരു ഭംഗി വരുത്തുന്നതിന് വേണ്ടി നമ്മൾ കൊടുക്കും, അത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. എന്താ, അപ്പം നമ്മുടെ സ്ലീവിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞ് കണ്ടോ, പഫിരിക്കുന്നുണ്ടോ, സൂപ്പറായിട്ടിരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത സ്ലീവും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിലെ പീസ് നമ്മൾ 1 ഇഞ്ച് വീതിയിൽ മടക്കി, ആ തുറപ്പുള്ള വശം മടക്കി തയ്ക്കാൻ വേണ്ടി മടക്കി വെച്ചിരുന്നല്ലോ, അത് നമുക്ക് 2 പീസിൻ്റെയും ചീത്ത വശത്തോട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അത് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്ത് ഇനി നമുക്ക് ഫ്രണ്ടിലെ പീസ് എടുക്കണം. ഫ്രണ്ടിലെ പീസ് എടുത്തിട്ട് അതിൻ്റെ നല്ല വശത്തോട്ട് ബാക്കിലെ പീസിൻ്റെ നല്ല വശം ചേർത്ത് വയ്ക്കണം. ഞാൻ കാണിച്ചു തരാം. ഇത് നല്ല വശത്തോട്ട് അടുത്ത പീസിൻ്റെ നല്ല വശം ഇങ്ങനെ ചേർത്ത് വയ്ക്കണം. കണ്ടേ, ഈ നല്ല വശവും തമ്മിൽ ചേർത്ത് വയ്ക്കണം. കണ്ടോ, ചേർത്ത് വെച്ചിട്ട് ഇതിൻ്റെ ഷോൾഡർ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 1/2 ഇഞ്ച് വീതിയിലാണ് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യേണ്ടത്.
ഇനി നമുക്ക് ഈ സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതും നല്ല വശവും കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇങ്ങനെ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാ കൂട്ടുകാരുടെയും സപ്പോർട്ട് എനിക്ക് ഉണ്ടാകണം കേട്ടോ. ഇത് സ്റ്റിച്ച് ചെയ്ത് അത് കറക്റ്റ് ചെയ്ത് വെച്ച് വേണം സ്റ്റിച്ച് ചെയ്യാൻ കേട്ടോ. സ്ലീവിൻ്റെ മധ്യഭാഗം ആ ഷോൾഡറിൻ്റെ ആ മധ്യത്ത് തന്നെ വരണം. അത് ശ്രദ്ധിച്ചോണം. ഇനി നമുക്ക് ഇതുപോലെ തന്നെ അടുത്ത സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം ഈ സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുത്തതുപോലെ തന്നെ നമുക്ക് അടുത്ത സ്ലീവും ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ 2 സ്ലീവും വെച്ചെടുത്ത് ഇനി നമുക്ക് ഇതിൻ്റെ കൈവണ്ണം എത്ര ഇഞ്ചാണോ വേണ്ടത് അതനുസരിച്ച് അടയാളപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ താഴോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത് ഇനി നമുക്കിതിൻ്റെ നെക്കിന് വെക്കാനുള്ള ക്രോസ് പീസ് എടുത്തിട്ട് അത് ജോയിൻറ്റ് ചെയ്തെടുക്കണം. ഈ ക്രോസ് പീസ് ചേർത്തെടുക്കണം. അത് നല്ല വശം ചേർത്ത് വെച്ചുകൊണ്ടാണ് ക്രോസ് പീസ് ചേർത്തെടുക്കേണ്ടത്. അപ്പോൾ ഈ ചേർത്തെടുത്ത ക്രോസ് പീസ് 2ആയിട്ട് മടക്കി അതിങ്ങനെ 2ആയിട്ട് മടക്കിയിട്ട് ഈ അറ്റത്ത് നിന്ന് നെക്കിന് ഒരു 1/4 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഞാൻ അങ്ങോട്ട് വെച്ചിട്ട് 1/4 ഇഞ്ച് വീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ക്രോസ് പീസ് വെച്ചത് നമ്മൾ പതിച്ചടിച്ചിട്ട് അത് തിരിച്ച് വെച്ച് അടിച്ചെടുക്കണം. അകത്തോട്ട് വെച്ച് അടിച്ചങ്ങെടുക്കണം. ഉണ്ടോ, അതിൻ്റെ മീതെ പതിച്ചടിച്ചിട്ട് അകത്തോട്ടങ്ങ് അടിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ നെക്ക് ശരിയായി. ഇനി നമുക്കിതിൻ്റെ അടിഭാഗം ഒരു 1/4 ഇഞ്ച് വീതിയിൽ മടക്കിയിട്ട് വീണ്ടും ഒരു 3/4 ഇഞ്ച് വീതിയിൽ മടക്കി തയ്ച്ചാൽ നമ്മുടെ ലോങ് ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം.